Okay, good evening. നമുക്ക് പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to 50? 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഓഡ് നമ്പർ ഒറ്റ സംഖ്യകളുടെ തുക സം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് 1 മുതൽ 50 വരെയാണ് ചോദിച്ചിരിക്കുന്നത്. 1 മുതൽ 50 വരെയുള്ള ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം. 1, 3, 5, 7, 9, 11 അങ്ങനെ 49 വരെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിയിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളടുത്ത് ഒരു റേഞ്ച് 1 മുതൽ 50 വരെയുള്ള ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, 1 മുതൽ 50 വരെ എന്ന് പറയുന്നതിൽ ഏത് വരെയാണോ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ 50 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിൻ്റെ പകുതി 50യുടെ പകുതി 25, 25 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും 1 മുതൽ 50 വരെ സംഖ്യകൾക്കിടയിലുള്ള ഓഡ് നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 25ആണ്. അപ്പം സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ. നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ. ഇത് ഫോർമുലയാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന ഒരു റേഞ്ച് 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഓഡ് നമ്പറുകളുടെ സം അല്ലെങ്കിൽ അവയുടെ തുക എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 1 മുതൽ 50-നിടയിലുള്ള എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ചിൻ്റെ അവസാനം ഒരു ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പകുതി എടുക്കുക, 25. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, 25ൻ്റെ സ്ക്വയർ. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625. ഞാൻ പറഞ്ഞായിരുന്നു 25 × 25 എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പം 625. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 1 മുതൽ 50 വരെയാണ്. 50 ഈവൻ ആയതുകൊണ്ട് നമ്മൾ അയാളുടെ പകുതി എടുത്തു, 25 കിട്ടി. ഇനി 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൻ്റെയാണ് ചോദ്യമെങ്കിൽ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ചിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത് 25 ആണ്. 25 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. അപ്പോൾ 1 മുതൽ 25 വരെ ഉള്ളതിൽ ഇതിനിടയിൽ എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് 25ൻ്റെ കൂടെ 1 കൂട്ടുക, 26. എന്നിട്ട് 26ൻ്റെ പകുതി എടുക്കുക. 26ൻ്റെ പകുതി എന്ന് പറയുന്നത് 13. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ 13 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അവരുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 13ൻ്റെ സ്ക്വയർ എടുത്താൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to 40? 1ൻ്റെ 40ൻ്റെ ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദ്യം. അപ്പോൾ 1 മുതൽ 40 വരെ നമുക്ക് എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് നോക്കണം. 1 മുതൽ 40 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്നറിയാം. 40ൻ്റെ പകുതി എടുത്താൽ മതി. 40/2 = 20. 20 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. ഇനി സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്, സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് കിട്ടിയ എണ്ണം അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക, അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 20 × 21 ആൻസർ. 21ൻ്റെ ഇരട്ടി 42ആണ്. ഈ 0 കൂടെ കൊടുക്കുമ്പോൾ 420ആണ് സം ഓഫ് ഈവൻ നമ്പേഴ്സ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് ഈവൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പകുതി എടുക്കാൻ പറ്റി. ഇപ്പോൾ സപ്പോസ് 1 മുതൽ 7 വരെയുള്ള, ഇതിപ്പോൾ ഈസി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റേഞ്ച് എടുത്തത്. 1 മുതൽ 7 വരെയുള്ള ഇതിനിടയിലുള്ള ഈവൻ നമ്പറുകളുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 1 മുതൽ 7 വരെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അതായത് 3 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ 1 മുതൽ 7 വരെ ഉള്ളത്, അപ്പോൾ ലാസ്റ്റ് നമ്പർ ഓടാകുമ്പോൾ ഇതിന് തൊട്ട് മുമ്പിലെ ഈവൻ നമ്പർ ആരാണ്? 7 തൊട്ട് മുമ്പിലെ ഈവൻ നമ്പർ 6 ആണ്. അയാളുടെ പകുതി എത്രയാണ്? 3. അപ്പോൾ 3 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 മുതൽ 99 വരെയുള്ള ഈവൻ നമ്പറുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 99ന് തൊട്ട് മുമ്പിലുള്ള 98 അയാളുടെ പകുതി 45 4 49 നമ്പേഴ്സാണ് 1 മുതൽ 99 വരെ ഉള്ളത്. അതിൻ്റെ സമ്മ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 41 × ഒന്നുകൂടെ കൂട്ടുക 50. ഇപ്പം നമ്മൾ മാത്സ് ഫോമിലെ പറയുന്നത് സം ഈസ് ഈക്വൽ ടു n × n+1 എന്ന് എടുക്കാം. വേറെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ, നമുക്ക് തന്നിരിക്കുന്നത് ഏതാണോ റേഞ്ച് അതിനിടയിലുള്ള ഈവൻ നമ്പറുകളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 400 ആർ സച്ച് വിച്ച് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 7? 1നും 400നും ഇടയിൽ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളാണ് ഉള്ളത്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 400നെ 7 കൊണ്ട് ഭാഗിച്ചാൽ മതി. 400നെ 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ 400 / 7
എത്ര വരും? 7 × 5 35, ബാലൻസ് 5, എഗെയിൻ 7 × ബാലൻസ് 5 0, 7 × 7 49 ആൻഡ് റിമൈൻഡർ എന്ന് പറയുന്നത് 1, ശിഷ്ട 1 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 57. ഇതാണ് ആൻസർ. 1ൻ്റെ 400ൻ്റെ ഇടയിൽ 57 സംഖ്യകളാണ് 7 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ ഈസ് 57. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ്സ് വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3? 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് സംഖ്യ എന്ന് പറയുന്നത് 1000. 1 2 3 4 4 ഡിജിറ്റ് സംഖ്യ 1000. 1000 എന്തായാലും 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റൂല. ഇന്നലെ നമ്മൾ 3ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, എല്ലാം കൂടി ഈ ഡിജിറ്റ്സുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷേ ഇത് 1 മാത്രമാണ് സമ്മ, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത സംഖ്യ എഴുതുക 1001. ഇത് 1ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. തൊട്ടടുത്ത സംഖ്യ എഴുതുക 1002. 2ഉം 1ഉം 3. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3, 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് സംഖ്യ എന്ന് പറയുന്നത് 1002 ആണ്. ഉത്തരം 1002. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 40? 1 മുതൽ 40 വരെ ഉള്ള സംഖ്യകളുടെ തുക. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 തൊട്ട് 40 വരെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. നാച്ചുറൽ നമ്പർ എന്ന് തരണമെന്ന് നിർബന്ധവും ഇല്ല. 1 മുതൽ 40 വരെ ഉള്ള സംഖ്യകളുടെ തുക ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് n × n+1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് n? നമുക്ക് തന്നിരിക്കുന്ന 1 മുതൽ 40 വരെയുള്ള സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 40. അപ്പോൾ എന്ത് ചെയ്യുക? 40 × 41/2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് 20 എന്ന് കിട്ടും. 41 × 2 41ൻ്റെ ഇരട്ടി 82 0. അപ്പോൾ 820 ആണ് ആൻസർ. അടുത്ത ചോദ്യം, if a number is successively divided by 5 and 7, then the remainder are 3 and 4 respectively. What will be the remainder if the same number is divided by 35? അതായത് നമ്മുടെ കയ്യിൽ ഏതോ ഒരു നമ്പറുണ്ട്, ആ നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 3 ശിഷ്ടം കിട്ടി, 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 4 ശിഷ്ടം കിട്ടി. അങ്ങനെയെങ്കിൽ അതേ സംഖ്യയെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നതാണ് ചോദ്യം. അതായത് നമുക്ക് ഏതോ ഒരു നമ്പറുണ്ട്, നമുക്ക് നമ്പർ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ നമ്പറിനെ എന്ന് കൊടുക്കുന്നു. ആ നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ 3 എന്ന് കിട്ടി. അതേ നമ്പറിനെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ 4 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ സംഖ്യയെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഉള്ള ചോദ്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറയുന്നത് ട്രൂ റിമൈൻഡർ ഈസ് ഈക്വൽ ടു, അതായത് നമുക്ക് വേണ്ട റിമൈൻഡർ, നമ്മുടെ ഉത്തരം കിട്ടേണ്ട റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റിമൈൻഡർ, അതായത് ആരെയാണോ ആദ്യം കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ സക്സസീവ്ലി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം 5 കൊണ്ടും പിന്നെയാണ് 7 കൊണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഫസ്റ്റ് റിമൈൻഡർ പ്ലസ് ഫസ്റ്റ് ഡിവൈസർ ഇൻറ്റു സെക്കൻഡ് റിമൈൻഡർ. ഇതാണ് ഫോർമുല. എന്ന് പറയുന്നത് ട്രൂ റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റിമൈൻഡർ പ്ലസ് ഫസ്റ്റ് ഡിവൈസർ ഇൻറ്റു സെക്കൻഡ് റിമൈൻഡർ. അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ, ഫസ്റ്റ് റിമൈൻഡർ എന്ന് പറയുന്നത് 3 പ്ലസ് ഫസ്റ്റ് ഡിവൈസർ ആരായിരുന്നു ആദ്യം ഡിവൈഡ് ചെയ്തത് 5 ഇൻറ്റു സെക്കൻഡ് റിമൈൻഡർ എന്ന് പറയുന്നത് 4. അപ്പോൾ നമ്മൾ ബോർഡ് മാത്സ് പ്രകാരം ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 3 പ്ലസ് 5 × 4 5 4 20, 3 പ്ലസ് 20 എന്ന് പറയുന്നത് 23. അപ്പോൾ നമുക്ക് 35 കൊണ്ട് ആ സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 23 റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഓർത്ത് വെച്ചേക്കുക. ഈ ഫോർമുലയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. So answer is 23. Okay, അടുത്ത question. If 4137 raised to 753 is simplified, what will be the last digit in the answer?
അതായത് 4137/753 ആൻസർ കണ്ടുപിടിക്കുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസ് ലാസ്റ്റ് ഡിജിറ്റ് ആരായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ സംഖ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കണക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7/753 സോൾവ് ചെയ്യുമ്പോൾ അവിടെയും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. അതിൻ്റെ യൂണിറ്റ്സ് ഡിജിറ്റ് ആര് തന്നെയാണോ അത് തന്നെയായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്സ് ഡിജിറ്റ്. അപ്പോൾ 7/753 യൂണിറ്റ്സ് ഡിജിറ്റാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7/1 വാല്യൂ 7 സ്ക്വയർ എന്ന് പറയുന്നത് 49, 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആൻഡ് 7/4 എന്ന് പറയുന്നത് 2401, 7/5 എന്ന് പറയുന്നത് 16807. എഗെയിൻ നിങ്ങൾ നോക്ക് ഈ ആദ്യത്തെ 7 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യൂണിറ്റ്സ് ഡിജിറ്റിലെ കാര്യം നോക്കിയാൽ മതി. ആദ്യത്തെ 7 എഗെയിൻ യൂണിറ്റ് ഡിജിറ്റിൽ റിപ്പീറ്റ് ചെയ്തത് ആഫ്റ്റർ 4 ഇൻഡെക്സ് ആണ്, 4 കഴിഞ്ഞിട്ടാണ്. 4ൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് എഗെയിൻ 7 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഈ 753 എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ഇൻ 7/753 കണ്ടുപിടിക്കാനായിട്ട് ഇസ് ഈക്വൽ ടു 7/752 + 1. അതായത് 753നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 753നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിമൈൻഡർ 1 കിട്ടും. അതായത് 1 × 4 ബാലൻസ് 3, 5, 8 × 4 32, 3 again 8 × 4 32, റിമൈൻഡർ 1. അതായത് 1 ബാലൻസ് വന്നു. അതായത് 752 പൂർണ്ണമായി ഡിവൈഡ് ആവും. എന്നാൽ 752 + 1 ആണ് 753. അപ്പോൾ നമുക്ക് 1 റിമൈൻഡർ വന്നതുകൊണ്ട് നമ്മൾ 753നെ 752 + 1 എന്നുള്ള എഴുതി. ഇനി ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 7/1 എടുത്താൽ മതി. അതായത് നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് ഈ കിട്ടിയ റിമൈൻഡറിന് മാത്രം എഴുതിയാൽ മതി. 7/1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷനിൽ, അതായത് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ്സ് ഡിജിറ്റിൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7. ഒന്നും കൂടി പറയാം, ഈ ക്വസ്റ്റ്യനിൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7. 7/753യുടെ ആൻസറിലുള്ള യൂണിറ്റ് ഡിജിറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെയും യൂണിറ്റ് ഡിജിറ്റിലുള്ള ആൻസർ. അപ്പോൾ 753, അതായത് ഇനി നമുക്ക് 7ൻ്റെ പവേഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 7/1 7, 7 സ്ക്വയർ, 7 ക്യൂബ്, 7/4, 7/5 വരെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കിട്ടിയ 7 എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നത് 4 ഇൻഡെക്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ പവറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 എന്ന് കിട്ടും. 7ൻ്റെ പവറിൽ കിട്ടിയ റിമൈൻഡർ ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 7/1 എന്ന് പറയുന്നത് 7. സോ യൂണിറ്റ് ഡിജിറ്റിൽ ഉണ്ടാകുന്ന ആൻസർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ ആൻസർ 7. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യന് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കൂടിയുണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പവർ 753. ഈ 753യിൽ നിന്ന് നിങ്ങൾ 1 കുറയ്ക്കുക. 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 752 കിട്ടും. നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തായിരുന്നു. 752നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് റിമൈൻഡർ 0 കിട്ടും. ഈ റിമൈൻഡറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുക. അതായത് 0 + 1 which is equal to 1. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബേസ് നമ്പറിൽ യൂണിറ്റ് ഡിജിറ്റ് ആരാണോ അയാളുടെ പവറിൽ നമ്മൾ ഈ റിമൈൻഡർ +1 ചെയ്തത് കൊടുക്കുക. അപ്പോൾ 7/0 + 1 1 ആണ് which is equal to 7. ഇതുപോലത്തെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അതോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എല്ലാ സംഖ്യയും നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇൻഡെക്സിൽ നിന്ന് 1 കുറച്ചതിന് ശേഷം കിട്ടുന്ന സംഖ്യ എല്ലാം 4 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രോബ്ലം നോക്കുക. വാട്ട് ഈസ് ദ യൂണിറ്റ് നമ്പർ ഇൻ ദ വാല്യൂ ഓഫ് 729/59? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പവർ എന്ന് പറയുന്നത് 59. എന്ത് ചെയ്യുക? 59ൽ നിന്ന് 1 കുറയ്ക്കുക. 59ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് 58 എന്ന് കിട്ടും. 58നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 58നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 4, റിമൈൻഡർ 1, 18, 4 × 16. അപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ 2 ആണ്. ഈ റിമൈൻഡറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ 2 + 1 is equal to 3. എന്നിട്ട് നമുക്ക് ചോദ്യം 729/59. അപ്പോൾ തന്നിരിക്കുന്ന 729 ശ്രദ്ധിക്കുക, യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 9. ആ 9ൻ്റെ പവറിൽ ആരെ കൊടുക്കുക? 3 കൊടുക്കുക. അപ്പോൾ 9/3 എന്ന് പറഞ്ഞാൽ 9 × 9 × 9 which is equal to 729 ആണ് ആൻസർ. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 9. സോ നമ്മുടെ ആൻസർ
729 റേസ് ടു 59ൻ്റെ യൂണിറ്റ് പ്ലേസിൽ ആര് തന്നെയായിരിക്കും? 9 ആയിരിക്കും. സോ ആൻസർ ഈസ് 9. അതുപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ വാല്യൂ ഓഫ് 7 റൈസ് ടു 35 ഇൻറ്റു 3 റൈസ് ടു 71 ഇൻറ്റു 11 റൈസ് ടു 55. അപ്പോൾ ഇതാണ് ചോദ്യം. 7 റൈസ് ടു 35 ഇൻറ്റു 3 റൈസ് ടു 71 ഇൻറ്റു 11 റൈസ് ടു 55. ഇത് നമ്മൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻസർ കിട്ടും. അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഓരോരുത്തരുടെ പവർ എടുക്കുക. 35 മൈനസ് 1 വിച്ച് ഇസ് ഇക്വൽ ടു 34. 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 4s 32 കിട്ടും. റിമൈൻഡർ 2. ഈ 2നോട് കൂടി 1 ആഡ് ചെയ്യുക. 2 + 1. നമുക്ക് കണ്ടുപിടിക്കേണ്ട 7ൻ്റെ പവറാണ്. ഒറ്റ ഡിജിറ്റുള്ള സംഖ്യ ആയതുകൊണ്ട് 7 ക്യൂബ് വരും. 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ളത് 3. ഇതുപോലെ അടുത്തത് 71. അപ്പോൾ 71ൽ നിന്ന് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് 70 ആൻസർ കിട്ടും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വട്ടം 4, റിമൈൻഡർ 3, 0. 7 4s are 28, റിമൈൻഡർ 2. അപ്പോൾ 2 + 1 എഗെയിൻ. എന്നിട്ട് നമുക്ക് വേണ്ട 3 റൈസ് ടു 71 ആണ്. അപ്പോൾ 3യുടെ പവറിൽ 2 + 1 3 കൊടുക്കുക. 3 റൈസ് ടു 3 എന്ന് പറയുന്നത് 27 ആണ്. അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ളത് 7. ആൻഡ് അടുത്ത് 11 റൈസ് ടു 55. അപ്പോൾ 11 റൈസ് ടു 55ൽ 55 പവർ എടുക്കുക. 55 മൈനസ് 1 നമുക്ക് 54 എന്ന് കിട്ടും. 54നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7 7s 49 എന്ന് കിട്ടും. 49 50. അപ്പോൾ റിമൈൻഡർ 5 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 7 കൊണ്ടല്ലോ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 54ന് 55 ഇൻഡെക്സ് 55 ആണ്. 55നെ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 54. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ടൈം 4, റിമൈൻഡർ 1 വരും. 4 ഇറക്കുക. അപ്പം 4 × 3 12. നമുക്ക് റിമൈൻഡർ 2 എന്ന് കിട്ടും. ഈ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക 1 ആണ് ആഡ് ചെയ്യേണ്ടത്. 2 + 1 3 ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന 11ൻ്റെ യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്ന 1 ആണ്. അപ്പോൾ 1 റൈസ് ടു 2 + 1 3 വരും. 1 റൈസ് ടു 1 എന്ന് പറയുന്നത് 1 റൈസ് ടു എനി പവർ 1ൻ്റെ പവറിൽ ആര് വന്നാലും 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫൈനലിൽ കിട്ടിയ 3 നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 3 × 7 × 1. 3 × 7 × 1 എന്ന് പറയുന്നത് 3 × 7 21. 21 × 1 21. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 1 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എടുക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 1 ആണ്. സിമിലർ ഒരു പ്രോബ്ലം ഇവിടെ ചെയ്യാം. വാട്ട് ഈസ് ദ യൂണിറ്റ് നമ്പർ ഇൻ 3 റൈസ് ടു 67 + 2 റൈസ് ടു 67? അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ 67 പവർ 67 ആണ്. 67ൽ നിന്ന് 1 കുറയ്ക്കുന്നു. 67ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 66 വരും. 66നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ടൈം 4, റിമൈൻഡർ 2, 6 ഇറക്കി. 6 4s are 24, റിമൈൻഡർ 2. അപ്പോൾ കിട്ടിയ റിമൈൻഡർ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 3. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 3. അപ്പോൾ 3ൻ്റെ പവർ 3 റൈസ് ടു 3 എന്ന് പറയുന്നത് 27. അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ളത് 7. ഇനി രണ്ടാമത്തെ നമ്പർ 2 റൈസ് ടു 67 ആണ്. അപ്പോൾ 2 റൈസ് ടു റിമൈൻഡറിൻ്റെ കൂടെ 1 കൂട്ടിയ 1. അപ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് 8. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്ലസ് ആണ്. നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ പ്ലസ് ചെയ്യാനാണ്. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ 2 നമ്പേഴ്സ് 2 ക്യൂബ് ചെയ്ത് 8ഉം 3 റൈസ് ടു 7 ചെയ്താൽ 27ൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള 7ഉം കൂടെ ആഡ് ചെയ്യുക. 7 + 8 ഈസ് ഈക്വൽ ടു 15 ആണ്. 15ൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ളത് 5. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 5. സോ ദ ആൻസർ ഈസ് 5. Okay, next problem. What is the number of prime factors of 6 raised to 10, 7 raised to 17, 55 raised to 27? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഏതൊരു നമ്പറിനെയും പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഈ നമ്പേഴ്സിൽ എത്ര പ്രൈം ഫാക്ടേഴ്സ് വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ 6 raised to 10 ഇൻറ്റു 7 raised to 17 ഇൻറ്റു 55 raised to 27. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ബേസിൽ ഓരോ നമ്പേഴ്സിനെ അവരുടെ പ്രൈം ഫാക്ടേഴ്സ് ആക്കാം. 6നെ നമുക്ക് 2 × 3 raised to 10,
പ്ലസ് 7 ഇൻറ്റു 7 ഒരു പ്രൈം തന്നെയാണ്, അപ്പോൾ 7^17 ഇൻറ്റു 55 നമുക്ക് 11 ഇൻറ്റു 5 എന്ന് എഴുതാം ⁻27. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബേസിലുള്ള എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 2^10 അതായത് AB⁻m എന്ന് പറയുന്നത് A⁻m ഇൻറ്റു B⁻n. ഇത് നമുക്ക് എക്സ്പൊണൻറ്റിൻ്റെ ലോ ആണ്, ലോസ് ഓഫ് എക്സ്പൊണൻസിൽ ഉള്ള ഒരു ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് 2^10 ഇൻറ്റു 3^10 ഇൻറ്റു 7^17 ഇൻറ്റു 11^27 ഇൻറ്റു 5^27. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? 2 എന്ന് പറയുന്ന സംഖ്യ 10 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 എന്ന് പറയുന്ന സംഖ്യ 10 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു, 7 17 തവണ, 11 27 തവണ, 5 27 തവണ. അപ്പോൾ ഈ ബേസിലുള്ള എല്ലാ പേരും എന്ത് തന്നെയാണ്? പ്രൈമാണ്. അപ്പോൾ ഇവരുടെ ഇൻഡെക്സുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 10 + 10 + 17 + 27 + 27 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 91 എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ എത്ര പ്രൈമുകൾ അല്ലെങ്കിൽ പ്രൈമുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്യരുത്. നമുക്ക് തന്നിരിക്കുന്ന ബേസുകൾ ആദ്യം പ്രൈമിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഇൻഡെക്സുകൾ ഓരോരുത്തർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇൻഡെക്സ് മീൻസ് പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ദ ആൻസർ ഈസ് 91. അടുത്ത സെഷൻ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ആണ്. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻസ് എന്ന് നോക്കാം. ഫ്രാക്ഷൻസ് ലൈക്ക് ഫ്രാക്ഷൻസ് ഉണ്ട്, അൺലൈക്ക് ഫ്രാക്ഷൻസ് ഉണ്ട്, പ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻസ്. ഇത്രയാണ് ഫ്രാക്ഷനുകളുടെ വേരിയസ് ടൈപ്സ്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ, അപ്പം ഫ്രാക്ഷൻ ജനറലി ഫ്രാക്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ P/Q എന്ന് എഴുതിയാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, Pനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും, Qനെ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയും. എപ്പോഴാണ് നമുക്ക് ഫ്രാക്ഷൻ്റെ ഉപയോഗം വരുന്നത്? അതായത് ഇപ്പം ഒരു ഹോൾ ആയിട്ട്, അതായത് പൂർണ്ണമായി ഇരിക്കുന്ന ഒരു സാധനത്തിനെ തുല്യമായി 2ആയി ഭാഗിച്ചാൽ നമ്മൾ അതിനെ 1/2 എന്ന് എഴുതും. അതായത് രണ്ടിലൊരു ഭാഗം. ഇനി ഈ ഇരിക്കുന്ന ആളെ നമ്മൾ 4ആയിട്ട് ഭാഗിച്ചാൽ നമ്മൾ ഡിനോമിനേറ്ററിൽ 4 എഴുതും. ഇപ്പം 2 ഭാഗമാണ് ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ 2/4 എന്ന് എഴുതും. അതായത് നമുക്ക് ഫ്രാക്ഷൻസിനെ പിന്നെയും കട്ട് ചെയ്ത് 2ൻ്റെ ടേബിളിൽ പോകുമ്പോൾ ഇതിനെ നമുക്ക് 1/2 എന്ന് എഴുതാം. ഈ 4 ഭാഗത്തിൽ ഞാൻ 3 ഭാഗം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ 3/4 എന്ന് എഴുതാം. അതായത് 4ൽ 3 ഭാഗം എന്ന് അർത്ഥം. ഇനി എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് നോക്കുക. ലൈക്ക് ഫ്രാക്ഷൻസ് എന്നാണ് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ലൈക്ക് ഫ്രാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ 15/29 17/29 ഈ 2 ഫ്രാക്ഷനുകളുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയി വരുന്ന ഫ്രാക്ഷൻസിന് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 2 ഫ്രാക്ഷനും കൂടെ ഒരു ഡിനോമിനേറ്റർ 29 കൊടുക്കുക, മുകളിൽ 2 പേരെയും കൂടെ ആഡ് ചെയ്യുക, 17 + 15. ഇത്ര കിട്ടും ആൻസർ. 17 + 15 7 + 5 12 വരും. 2 റിമൈൻഡർ 1 1 + 1 2 2 + 1 3 32/29. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാൻ ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി, ഡിനോമിനേറ്റർ സെയിം ആസ് അഡീഷൻ. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് ലൈക്ക് ഫ്രാക്ഷൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ 3/4 + 1/2 3/4ഉം 1/2 ഈ 2 ഫ്രാക്ഷൻസ് എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, കാരണം ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാൻ വന്നാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ, നിങ്ങൾക്ക് അറിയായിരിക്കും, കുഞ്ഞു ക്ലാസ്സിലൊക്കെ ബട്ടർഫ്ലൈ റൂൾ എന്നൊക്കെ ഇത് പറയാറുണ്ട്. കാരണം ഇത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിനെ ബട്ടർഫ്ലൈ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3/4നെയും 1/2നെയും കൂടെ ആഡ് ചെയ്യാൻ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ 3 × 2 6 പ്ലസ് 1 × 4 4 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം 4 × 2 8. സോ ദ ആൻസർ ഈസ് 10/8 എന്ന് വരും. 10/8ൽ നമ്മൾ ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് 2ൽ കട്ട് ചെയ്യുമ്പോൾ 5 ടൈംസ്, 2ൽ കട്ട് ചെയ്യുമ്പോൾ 4 ടൈംസ്, 5/4 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ്, എന്താണ് അൺലൈക്ക് ഫ്രാക്ഷൻസ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും, സിമിലർലി അൺലൈക്ക് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്തെന്നാണ്. ഓക്കെ, എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും.
ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷനുകളെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്? നേരെ തിരിച്ച് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷനുകളെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ടും കൊണ്ടുവരാൻ പറ്റും, തിരിച്ച് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലോട്ടും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇംപ്രോപ്പറിനെ എങ്ങനെ മിക്സഡ് ആക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ 7/3, 7 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 ടൈം വരും, 6 റിമൈൻഡർ 1. അപ്പോൾ ഈ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 2 നമ്മുടെ കോഷ്യന്റിന് ആദ്യം എഴുതുക. ഇവിടെ കിട്ടിയ റിമൈൻഡർ 1 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിവൈസർ 3. തിരിഞ്ഞു പോകരുത്, നമ്മൾ 3 കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ 3 ആണ്, അത് തന്നെ നമ്മൾ ഇവിടെയും വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഫോമിലിരിക്കുന്ന ഫ്രാക്ഷൻ. തിരിച്ച് ഞാൻ പറഞ്ഞായിരുന്നു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. എങ്ങനെ? 2 1/3നെ നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 3 × 2 ചെയ്യുക, 3 × 2, എന്നിട്ട് 1നെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ ആരാണോ അയാൾ തന്നെ. അപ്പോൾ ബോർഡ് മാത്സ് അനുസരിച്ച് ആദ്യം 3 × 2, 3 × 2 6 വരും, 6 + 1 7, 7/3. അപ്പോൾ എഗെയിൻ നമുക്ക് മിക്സഡിയും തിരിച്ച് എന്ത് കിട്ടി? 7/3. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഫ്രാക്ഷൻസിൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു കാര്യങ്ങൾ. ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കൂടുതലായിട്ട് ചെയ്യും. അപ്പം ഫ്രാക്ഷൻസിൻ്റെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അവിടെ നമ്മൾ ഡെസിമൽസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഡെസിമൽസ് നമുക്കറിയാം, കുഞ്ഞു ക്ലാസ്സിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഡെസിമൽ. അപ്പോൾ ഡെസിമൽ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് ആയിട്ട് കുറച്ച് പറയാം. അതിനു മുമ്പേ നമുക്ക് റെക്കറിങ് ഡെസിമൽസ് എന്താണെന്ന് നോക്കാം. റെക്കറിങ് ഡെസിമൽസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2.666 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് റെക്കറിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ 6 ആണ് റെക്കർ ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 എന്ന് പറയുന്ന ഡിജിറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ഡിനോട്ടേഷൻ ഉണ്ട്. 2.6ൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ അർത്ഥം 6 റിപ്പീറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഇങ്ങനെ എഴുതാറുണ്ട്. 2.6ൻ്റെ പുറത്തൊരു, അതായത് 6ൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ 2.6ൽ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 6 ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ 7.342424 എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 3424 അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, 424242 ഇതാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 7.3 അത് കഴിഞ്ഞിട്ട് 42ൻ്റെ പുറത്ത് ബാർ ഇടുക. അതിൻ്റെ അർത്ഥം എന്താണ്? 42 ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 7.342ൽ 4ൻ്റെയും 2ൻ്റെയും പുറത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അർത്ഥം 42 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്.